പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, കാലം നീണ്ടുപോകും, ദർശനമൊക്കെ ഒക്കാതെ പോകുമെന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുള്ളത് എന്തുകൊണ്ട്? അതേ, കർത്താവ് ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. നമ്മെക്കുറിച്ച് ദേശത്ത് പല വിധത്തിലുള്ള പഴഞ്ചൊല്ലുകൾ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ആ വചനങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഇതാ ആ പഴഞ്ചൊല്ലിനെ നിർത്തലാക്കുമെന്നും കാലവും സകല ദർശനത്തിന്റെ നിവൃത്തിയും പൂർത്തീകരിക്കപ്പെടുമെന്നും. അങ്ങനെയെങ്കിൽ പ്രിയരെ, നാം അനുഭവിക്കുന്ന എല്ലാ പരിശോധനകൾക്കും പഴഞ്ചൊല്ലുകൾക്ക് നടുവിൽ നമ്മെക്കുറിച്ച് പറയുന്നതായ സകല പഴഞ്ചൊല്ലുകളെ നിർത്തലാക്കിക്കൊണ്ട് നമ്മോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകൾ, കർത്താവ് നമ്മോട് അറിയിച്ചിരിക്കുന്ന ആലോചനകളൊക്കെ വചനത്തിന്റെ നിവൃത്തിയായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. അബ്രഹാം സാറായുടെ ജീവിതത്തിലൊക്കെ അനേക ചോദ്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു വന്നപ്പോൾ, അതേ ദേശത്തു നിന്ന് കുടുംബങ്ങളിൽ നിന്നൊക്കെ കടന്നു വന്ന സന്ദർഭങ്ങളിൽ ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവം പറഞ്ഞിരിക്കുന്ന ആലോചന തന്നെ അവരുടെ ജീവിതത്തിൽ നിവർത്തീകരിച്ചു കൊടുത്തുവെങ്കിൽ, തക്ക സമയത്ത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിച്ചു കൊടുത്തതുപോലെ പ്രിയരെ, നമ്മോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകൾ കാലവും സകല ദർശനവും നീണ്ടുപോകും, ഒക്കാതെ പോകും എന്നൊക്കെ പല വിധത്തിലുള്ള കമന്റ്സുകൾ നാം കേൾക്കുമ്പോൾ, അതെ, അതിന്റെ നടുവിൽ കർത്താവ് പറയില്ല, ആ പഴഞ്ചൊല്ലുകളെ നിർത്തലാക്കിക്കൊണ്ട് കാലവും സകല ദർശനത്തിന്റെ നിവൃത്തിയും അതിന്റെ പൂർത്തീകരണത്തോടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. അങ്ങനെയെങ്കിൽ വചനത്തിലൂടെ കർത്താവ് നമ്മോട് സകല ആലോചനകളെ ഉറപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽ പറയുകയാണ്. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന സകല ആലോചനകൾ, ദർശനങ്ങൾ, പ്രവചനങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിവർത്തീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ കർത്താവ് വെളിപ്പെടുത്തുവാനിടയായിത്തീരും. ആയതിനാൽ ദൈവസന്നിധിയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.